ഹലോ അളിയാ, എടാ എനിക്കൊരു 2000 രൂപ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോടാ? എടാ ലോൺ അടയ്ക്കാൻ തികഞ്ഞില്ലടാ. നാളെ ലോണിൻ്റെ ഡേറ്റാണ്. ഞാൻ അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ തരാം. ഓക്കെ ഓക്കേടാ, താങ്ക്സ് എടാ. ചേച്ചി പുതിയ കാർ മേടിച്ചു, അത് സ്വീറ്റ് തരാന്ന് പറഞ്ഞു. കൺഗ്രാറ്റ്സ്. അങ്ങനെ ലോണിൻ്റെ കാര്യം മാസം സോൾവ് ആയി. ഇവിടെ ഫോണും കുത്തി ഇരുന്നാൽ മതിയല്ലോ. അപ്പുറത്തെ വീട്ടിലെ ലക്ഷ്മി പുതിയ കാറ് മേടിച്ചു. ഞാൻ നിങ്ങളുടെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു കാറ് മേടിക്കാമെന്ന്. എന്തായാലും ഈ വർഷം അവളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കാറ് മേടിച്ചേ പറ്റുള്ളൂ, കടം മേടിച്ചാണെങ്കിൽ. ഒരുപാട് ആണുങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടല്ലോ, ആ സ്വന്തം വീട്ടിൽ നിന്നുണ്ടാകുന്ന പുഷിങ്ങാണ് കേട്ടോ. കല്യാണത്തിന് മുന്നാണെങ്കിലോ പാരൻസ്, വീടില്ലെങ്കിൽ സ്വന്തം വീട് വേണം, പെങ്ങളുണ്ടെങ്കിലോ അവളെ കെട്ടിച്ച് വിടണം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭാര്യമാർ വന്നിട്ട് പറയുന്നത് ഇതൊക്കെയാണ്: കാറ് മേടിക്കണം, ബൈക്ക് മേടിക്കണം, പത്രാസ് കാണിക്കണം, മറ്റുള്ളവരെങ്ങനെയാണോ അതിനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് ജീവിച്ച് കാണിക്കണം എന്നുള്ളൊരു വാശി. വേറെ നിവർത്തിയില്ലാതെ ഞങ്ങളെപ്പോലുള്ള ആണുങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാം കടം വാങ്ങിച്ച് ചെയ്തു തരും. പിന്നെ അവസാനം പഴി മാത്രം ഞങ്ങൾക്ക്. അവന് നേരെ ജീവിക്കാറിഞ്ഞൂടാ. ഞങ്ങൾക്കും ആഗ്രഹമില്ലേ കടമൊന്നുമില്ലാതെ ഒരു സമാധാനമായിട്ടുള്ളൊരു ജീവിതം? ഉള്ളതുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. അതെല്ലാം നിങ്ങളെ കയ്യിലാണ്.